നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ റയൽ മാഡ്രിഡിന് ജയം. ഫെറങ്കവറോസിനെ 2-1 അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ മരിയോ റിവാസും കാർലോസ് എസ്പിയുമാണ് റയലിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത്. അതേസമയം കൊഡ്രോയാണ് ഫെറങ്കവറോസിനായിട്ട് ഗോൾ നേടിയത്. ആദ്യ ലെവലിൽ റയൽ മാഡ്രിഡിനായിട്ട് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എൻട്രിക്കായിരുന്നു ഉണ്ടായിരുന്നത്. എൻട്രിക്കും ആർദ ഗ്യൂളറും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. റിവാസിലൂടെ അവർ ഗോൾ നേടുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ പക്ഷേ ടീമിനെ വലിയ രൂപത്തിൽ മാറ്റി ഹോസെ മൊറീഞ്ഞോ. വിനി ജൂനിയർ കളിക്കളത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, ബെർണാഡോ സിൽവ തുടങ്ങിയവരൊക്കെ ടീമിനായിട്ട് കളിക്കളത്തിൽ ഇറങ്ങുന്ന കാഴ്ച. കാർലോസ് എസ് പി വന്നു. എസ് പി ഗോളടിച്ചു. 2-0 ലീഡിലേക്ക് പോയി. പക്ഷേ പിന്നീട് കൊഡ്രോയിലൂടെ ഒരു ഗോൾ ഫെറങ്കവറോസ് മടക്കിയടിച്ചു. പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്, ആ പ്രാധാന്യമേ കൊടുക്കേണ്ടതുള്ളൂ. എന്നാൽ പോലും ആദ്യ പകുതിയെ കോച്ച് ഹോസെ മൊറീഞ്ഞോ വിലയിരുത്തുന്നു വളരെ മികച്ചതായിരുന്നു എന്നാണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്, കുറേ നാളുകളായിട്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന താരങ്ങളാണ്, അവർ നല്ല രൂപത്തിൽ കളിച്ചു. രണ്ടാം പകുതിയിൽ അത്ര മികവ് കാണിച്ചില്ല. അതിനും കാരണമുണ്ട്. കാരണം പുതുതായിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത താരങ്ങൾ, വിനി ജൂനിയറെ പോലുള്ള താരങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ട്രെയിനിങ് നടത്തിയിട്ടുള്ളൂ. അങ്ങനെ ഇറങ്ങിയതാണ്. വരും കളികളിൽ ടീം കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും കോച്ച് ഹോസെ മൊറീഞ്ഞോ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറേ പുതിയ സൈനിങ്ങുകൾ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിനിയെ പോലുള്ളൊരു താരത്തെ അവർ നിലനിർത്തിയിരിക്കുന്നു. ബെർണാഡോ സിൽവക്കൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ലഭിക്കാൻ പോകുന്നു. സോ ഈ കളി നമ്മൾ നോക്കുകയാണെങ്കിൽ ആർദ ഗുളർ നന്നായി കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്ഥാനം ലഭിക്കും എന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് ബെർണാഡോ സിൽവ മധ്യനിരയിൽ നല്ല രൂപത്തിൽ കളം പിടിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.